Hi everyone, welcome to Playing 11. So the first ODI match is over. ഇന്ത്യ ഒരു കംഫർട്ടബിൾ വിൻ എടുത്തിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരെ. പറയാൻ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്നിങ്സ് ശുഭ്മാൻ ഗില്ലിൻ്റെ സൂപ്പർ 87. കോഹ്ലിയുടെ അഭാവത്തിൽ കോഹ്ലി ഐ തിങ്ക് ഇഞ്ചേർഡ് ആണ് നീല്. സോ കോഹ്ലിയുടെ നമ്പർ 3 പൊസിഷനിൽ വന്ന് ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു അടിപൊളി ഇന്നിങ്സ്. സോ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിൻ്റെ ഫോമിനെ പറ്റിയും റീസെൻറ്റ് ഫോംസിനെ പറ്റിയും. ചാമ്പ്യൻസ് ലീഗിൽ ഈവൻ സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്യണോ എന്ന് വരെ ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. ആ വിമർശനങ്ങൾക്കെല്ലാം ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ. സോ ടോസ് കിട്ടി, ഇംഗ്ലണ്ട് ബാറ്റിംഗ് എടുത്തു. അതന്നെ കുറച്ച് എനിക്ക് സർപ്രൈസിങ് ആയിരുന്നു. ബിക്കോസ് നാഗ്പൂരിൽ ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ കുറച്ച് ഡേയിൽ ബൗളേഴ്സിനെ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്ന പിച്ചാണ്. കുറച്ച് ഡ്രിഫ്റ്റ് ഉണ്ടാവും, കുറച്ച് പിച്ചൊന്ന് ബോളൊന്ന് നിന്ന് വരും ബാറ്റിലോട്ട്. സോ കുറച്ച് സ്ലോ ആയിരിക്കും. സോ ആൻഡ് ഈ നൈറ്റ് ആകുമ്പോഴത്തേക്കും യെസ് ഓഫ് കോഴ്സ് ഡ്യൂ ഫാക്ടർ ഉണ്ടാവും, ബാറ്റിംഗ് കുറച്ചുകൂടി ഈസി ആവും. സോ ടോസ് കിട്ടി, ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ എഗൻസ്റ്റ് ഓൾ ദ ഓഡ്സ് സോൾട്ടിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർട്ട് കിട്ടി ഇംഗ്ലണ്ടിന്. സോൾട്ട് വാസ് ലൈക്ക് ജസ്റ്റ് അമേസിങ്. ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അൺഫോർച്ചുനേറ്റ് റൺഔട്ടിൽ സാൾട്ട് ഔട്ടാവുന്നത്. അതിനുശേഷം യെസ് നമ്മൾ T20 കണ്ട സെയിം ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ തന്നെയാണ്. സോ അതിനുശേഷം ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു ബിഗ് ഷോട്ടിന് പോയി. അടുത്ത വിക്കറ്റുകൾ 2 വിക്കറ്റുകൾ അടുത്ത ഓവറിൽ തന്നെ പോകുന്നു. ഹർഷിത് റാണ ഒരു ഡെബ്യൂട്ട് എടുത്തു. യെസ് പറയാൻ വിട്ടുപോയി. ഹർഷിത് റാണ ആൻഡ് ജയ്സ്വാൾ ഡെബ്യൂട്ടഡ് ഫോർ ഇന്ത്യ ഇൻ ദ ODIs. സോ ജിയുടെ അണ്ടറിൽ കഴിഞ്ഞ ഒരു 1.5-2 മാസത്തിൻ്റെ ഉള്ളിൽ ഹർഷിത് റാണ ഡെബ്യൂട്ട് 3 ഫോർമാറ്റിലും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ജിയുടെ ഒരു സ്പെഷ്യൽ കിറ്റ് എന്ന് പറയാം, ഒരു ഈസി ഗോയിങ്. പിന്നെ ഹർഷിത് റാണ സാൾട്ടിൻ്റെ ഓവറിൽ ഒരു 26 റൺസ് ഓർ സംതിങ് കൺസീഡ് ചെയ്തു. അതിനുശേഷം 10th ഓവറിലോട്ട് വരുന്ന സമയത്ത് സാൾട്ടിൻ്റെ വിക്കറ്റിന് ശേഷം വന്ന് ഒരു ബ്രില്യൻ കംബാക്ക് കൊടുത്തു, 2 വിക്കറ്റ് എടുത്തിട്ട്. സോ എൻഡ് ഓഫ് ദി പവർ പ്ലേ 9ാമത്തെ ഓവർ വരെ അല്ലെങ്കിൽ 8ാം ഓവർ വരെ ഇംഗ്ലണ്ട് ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 10 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 3 വിക്കറ്റ് ലോസ് ചെയ്ത് ഇംഗ്ലണ്ട് അവർക്ക് ഉണ്ടായിരുന്ന സകല മൊമെൻറ്റവും നശിപ്പിച്ചു. അതിനുശേഷം ജോ റൂട്ട് ആൻഡ് ബട്ട്ലർ ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യും എന്ന് തോന്നിപ്പിച്ചെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ജോ റൂട്ട് ഓൾസോ ഗോട്ട് ഔട്ട്. അതിനുശേഷം വന്ന ജേക്കബ് ബെത്തൽ ആക്ച്വലി ഹി പ്ലേഡ് എ സൂപ്പർ ഇന്നിങ്സ്. ബാക്കിയുള്ള സീനിയർ പ്ലേയേഴ്സ് എല്ലാം ലിവിങ്സ്റ്റൺ ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സ് എല്ലാം വന്ന് ഒരു ഇറസ്പോൺസിബിൾ ഷോട്ട് അടിച്ച് ഔട്ടാവുന്ന സമയത്ത് ദിസ് കിഡ് ഷോൺ സം ഗുഡ് കമ്പോഷൻ. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു ഇന്ത്യയിൽ കണ്ടീഷനിൽ വന്നിട്ട് ഒരു ODIയിൽ അത്ര പേഷ്യൻസ് കാണിച്ച് ആ ഒരു കമ്പോഷറിൽ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. സോ ബട്ട്ലറിനൊപ്പം ചേർന്ന് നല്ലൊരു പാർട്ട്ണർഷിപ്പ് കാഴ്ചവെച്ചു. So Butler got his 50, I think first 50 in India in ODIs I think. So Butler അതിനുശേഷം 50 immediately 15 ശേഷം ഔട്ടായി. ബത്തൽ സെയിം സിനാരിയോ, ഇമ്മീഡിയറ്റ്ലി 50 അവരൊരു ബിഗ് സ്കോറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം വന്ന ലിവിങ്സ്റ്റൺ ആയിക്കോട്ടെ കാർസ് ആയിക്കോട്ടെ ഒരു വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരു റെസ്പോൺസിബിൾ ഷോട്ട് കളിച്ച് ഔട്ടായി. പിന്നെ അവസാനം ജോഫ്ര ആർച്ചറുടെ ഒരു ചെറിയൊരു ക്യാമിയോ, അതോടുകൂടി ഒരു 248 എന്നുള്ളൊരു സ്കോറിലോട്ട് എത്തി. ബട്ട് സ്റ്റിൽ ദാറ്റ് വാസ് ഒരു 60-70 റൺസ് ഷോർട്ടായിരുന്നു ഫോർ മീ. ഒരു 60-70 റൺ അപ്പോഴും ഷോർട്ടായിരുന്നു. ഇൻ കേസ് ഒരു 300 to 310 അറ്റ്ലീസ്റ്റ് വേണം ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത്. സോ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അവിടെ ഒരു 8ാമത്തെ ഓവർ വരെ ഒരു ബിഗ് സ്റ്റാർട്ട് സാൾട്ട് കൊടുത്തപ്പോൾ ഇന്ത്യ ഫസ്റ്റ് തന്നെ 2 വിക്കറ്റ് 5 ഓവറിനുള്ളിൽ 2 വിക്കറ്റ് നഷ്ടപ്പെട്ട് 19-2 എന്നുള്ളൊരു പൊസിഷനിലോട്ട് എത്തി. ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് എത്തി. സോ അഗെയിൻ പോയിന്റ് ഓഫ് കൺസേൺ രോഹിത് ശർമ്മയുടെ ഫോം. കഴിഞ്ഞൊരു 2-3 മാസങ്ങളായിട്ട് തിങ്സ് ആർ നോട്ട് ഗോയിങ് ഗുഡ് ഫോർ രോഹിത് ശർമ്മ. അഗെയിൻ ഒരു എന്താ പറയുക, ഷോട്ട് കളിക്കുന്നതിലും ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്തില്ല. ദ വേ ഹി ഗോട്ട് ഔട്ട് ഇറ്റ്സ് വെരി ഡിസപ്പോയിൻറ്റിങ്. സോ അടുത്ത മാച്ചിൽ തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. ജയ്സ്വാൾ മേഡീസ് കംബാക്ക്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജയ്സ്വാൾ മേഡീസ് ഡെബ്യൂട്ട് ഇൻ ദിസ് ODI. സോ ഒരു ഗുഡ് സ്റ്റാർട്ട് തന്നു. ഒരു യൂഷ്വൽ ആ ഒരു കവറിലുള്ള ഷോട്ടും എല്ലാം കളിച്ച് ഒരു കട്ടെല്ലാം കളിച്ച് നല്ലൊരു സെറ്റപ്പിലോട്ട് വന്ന് നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗോട്ട് ഔട്ട്. ഇറ്റ് വാസ് എ ഗുഡ് ബോൾ.
ആക്ച്വലി. ആർച്ചർ വാസ് ബോളിംഗ് ബ്രില്യൻ്റ്ലി ഇൻ ദ പവർ പ്ലേ. പക്ഷെ അതിനുശേഷം വന്ന ശ്രേയസ് അയ്യറുടെ ഒരു ബ്രില്യൻറ്റ് കൗണ്ടറാണ് കളിയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ കൺസിഡർ ചെയ്യുമ്പോൾ. സോ ശ്രേയസ് അയ്യർ ശരിക്കും ഇംഗ്ലണ്ട് ബൗളേഴ്സിനെ സമ്മർദ്ദത്തിലാക്കി ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ. സോ ഫസ്റ്റ് ആ ഒരു 2-3 ഓവർ സ്പെല്ല് ആർച്ചർ ആൻഡ് സൈഖ് മുഹമ്മദ് ഒരു മോസ്റ്റ്ലി ഒരു ഫുൾ ആൻഡ് ഔട്ട് സൈഡ് ഓഫ് ലൈനിൽ നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ശ്രേയസ് അയ്യർ വന്നതും ആ ഒരു ഒബ്സഷൻ ടു ദി ഷോർട്ട് ബോൾ. ശ്രേയസ് അയ്യർ ആണെങ്കിൽ ഷോർട്ട് ബോൾ എറിയണം എന്നുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനായിട്ട് വന്നു. പിന്നെ ആ ഷോർട്ട് ബോളുകളെല്ലാം സുന്ദരമായിട്ട് സൂപ്പറായിട്ട് കളിച്ചു ശ്രേയസ് അയ്യർ. സോ ഹി പ്രൂവ്ഡ് ഹിംസെൽഫ്, ഹി ഇംപ്രൂവ്ഡ് എലോട്ട് ഇൻ ഹിസ് ഷോർട്ട് ബോൾ പ്രോബ്ലം. സോ ആ 2 6 ആർച്ചർക്ക് ആ ഷോർട്ട് ബോൾ അടിച്ചത് വളരെ സൂപ്പർവായിരുന്നു. സോ ആ ഒരു ഇലക്ട്രിഫൈയിങ് ഇന്നിങ്സ് ഫ്രം ദി ശ്രേയസ് അയ്യർ, അത് ഇന്ത്യൻ ബാറ്റിംഗ് അതൊന്ന് ഈസിയായി അവർ ചേസ് ഈസിയായി കൊടുത്തു. പിന്നെ ശുഭ്മാൻ ഗിൽ ആസ് യൂഷ്വൽ ഹി ടുക്ക് ഹിസ് ടൈം ഇൻ ദി ക്രീസ് ആൻഡ് അധികം റഷ് ചെയ്തില്ല, ഒരു നല്ല സമയമെടുത്ത് അടിപൊളിയായിട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു സെഞ്ചുറിയിലോട്ട് എത്താൻ പറ്റിയില്ല. അതൊരു വെൽ ഡിസേർവ്ഡ് സെഞ്ചുറി ആയിരുന്നു, ബട്ട് ലാസ്റ്റ് സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, 80 ഓവറിൽ ഔട്ടായി. ആൻഡ് അത്ര തന്നെ. പക്ഷേ ഇംഗ്ലണ്ട് സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ ഒരു സ്പിന്നർ, ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മാത്രമായിട്ട് വന്നതുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ആ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണായിരുന്നു. ഓഫ് കോഴ്സ് ഇന്ത്യ ഫസ്റ്റ് പവർ പ്ലേയിലെല്ലാം കൺസീഡ് ചെയ്ത് ആ റൺസ് എല്ലാം പിന്നെ ഒന്ന് ഗ്രിപ്പ് ചെയ്ത് കൊണ്ടുവന്നത് സ്പിന്നേഴ്സ് ബോൾ ചെയ്യാൻ വന്നപ്പോഴാണ് ആഫ്റ്റർ ദ പവർ പ്ലേ. സോ 3 ക്വാളിറ്റി സ്പിന്നേഴ്സ് ഇന്ത്യയുടെ സൈഡിലുണ്ട്. അക്സർ, ജഡേജ ആൻഡ് കുൽദീപ്. അവർ സൂപ്പർബായി ബോൾ ചെയ്തു. സ്റ്റംപ് ടു സ്റ്റംപ് ലൈനിൽ അടിപൊളിയായിട്ട് ബോൾ ചെയ്തു. ഈ സ്റ്റംപ് ടു സ്റ്റംപ് ബോൾ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ഇംഗ്ലണ്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വെർ ബൗളിംഗ് മോർ വൈഡ്ലി. സോ ആ ഒരു ലൈൻ അവർ കുറച്ചുകൂടി വിട്ട് കൊടുത്തു ബാറ്റ്സ്മാൻ, അവർ സ്റ്റംപ് ടു സ്റ്റംപ് ലൈൻ എറിഞ്ഞില്ല. പക്ഷേ ഇൻ കേസ് ജഡേജ ആൻഡ് അക്സർ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റംപ് ടു സ്റ്റംപ് ലൈൻ കറക്റ്റായി പിടിച്ചെറിഞ്ഞു. അത് ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ആയിരുന്നു ഇന്നത്തെ കളിയിലെ വ്യത്യാസം എന്ന് പറയുന്നത്. സോ എനിക്കറിയില്ല ഇംഗ്ലണ്ട് വാട്ട് ദേ ആർ പ്ലാനിങ്. സോ ഓൺലി ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മാത്രം കൊണ്ട് ലിവിങ്സ്റ്റൺ ഓക്കെ ഒരു T20 ഒക്കെ ആണെങ്കിൽ ഒരു 4 ഓവറൊക്കെ ആണെങ്കിൽ ഓക്കെ ഈ ക്യാൻ ബോൾ ഒരു 3 or 2 hours. ബട്ട് വൺ ഡേയിൽ ഒരു 6 ഓവർ 7 ഓവർ 8 ഓവർ എറിയാനുള്ള കപ്പാസിറ്റി ലിവിങ്സ്റ്റൺ ഉണ്ടോ എന്ന് ഡൗട്ട്ഫുൾ ആണ്. ആൻഡ് ബെറ്റർ ബോൾ ദാൻ ദിസ് ലിവിങ്സ്റ്റൺ. ബെത്തലൊരു ഗുഡ് ഫൈൻഡാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. സോ ആ ഒരു യങ്സ്റ്ററിനെ മോൾഡ് ചെയ്തെടുക്കുന്നത് ഇംഗ്ലണ്ടിന് അത്രയും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഇൻ ഫ്യൂച്ചർ. സോ ഒരു കംഫർട്ടബിൾ വിൻ, ഒരു അധികം ടെൻഷനൊന്നും ഇല്ലാത്തൊരു കളി, ഒരു കംഫർട്ടബിൾ വിന്നാണ്, ഒരു 4 വിക്കറ്റിൻ്റെ വിക്ടറി ഇന്ത്യക്ക് കിട്ടിയത്. സോ 1-0 ലീഡ് ഇന്ത്യ. സോ സെക്കൻഡ് ODIയിലോട്ട് വരുന്ന സമയത്ത് കോഹ്ലി ഫിറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം. കോഹ്ലി കംസ് ടു പ്ലേ. സോ കോഹ്ലി വരുമ്പോൾ ആര് പുറത്തു പോകും അറിയില്ല. മേ ബി ജയ്സ്വാൾ പുറത്തിരിക്കേണ്ടി വരുമോ എന്നറിയില്ല. സോ അങ്ങനെ ജയ്സ്വാൾ പുറത്തു പോകുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഗിൽ കം ടു ഓപ്പൺ വിത്ത് രോഹിത് ശർമ്മ. സോ അടുത്ത മാച്ചിൽ എന്താണ് ഇംഗ്ലണ്ട് എന്തെങ്കിലും പ്ലാൻസിൽ വല്ല മാറ്റമുണ്ടോ അതോ എഗെയിൻ ദാറ്റ് ബാസ്ബോൾ കളി തന്നെയാണോ അവർ ഉദ്ദേശിക്കുന്നത് അറിയില്ല. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. സോ ദിസ് ഈസ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.